ഇപ്പോൾ ഒരു കടുവ നാട്ടിലിറങ്ങി എന്ന് പറഞ്ഞാൽ അതിന് നിയമം 6 അംഗ സമിതിനെ എന്ത് ചെയ്യണം, ഉണ്ടാക്കണം. ഉണ്ടാക്കിയിട്ട് അത് യോഗം ചേരണം. യോഗം ചേർന്നിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കണം. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി പറയാണ്, അങ്ങനെ കടുവ പോയിട്ടുണ്ടാവില്ല എന്നിട്ട് ചിരിക്കുക. അപ്പൊ കടുവ എന്തായിട്ടുണ്ടാവും എന്ന് പത്രക്കാരും ഒന്നായി ചിരിക്കുക. നമ്മളെ രാജ്യം പാസ്സാക്കിയ നിയമത്തെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട ഭരണാധികാരിക്ക് പോലും ചിരി വരുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ ഈ നിയമത്തിന്റെ പൊള്ളത്തരം എത്രത്തോളം. ലക്ഷക്കണക്കിന് രൂപ ചെറുപുഴ പഞ്ചായത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അതൊക്കെ തടയാൻ വേണ്ടിയുള്ള വേലി കെട്ടാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. ആ വേലി പഞ്ചായത്ത് ഏറ്റെടുത്തുകൊണ്ട് വേലി കെട്ടിയാൽ തന്നെയും അതിന്റെ കാശ് സർക്കാർ കൊടുക്കുന്നില്ല. മനുഷ്യരുടെ ജീവനെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് മറ്റൊന്ന് വന്യമൃഗങ്ങളാണ്. ഇത് ഈ ഒരാഴ്ചയിൽ ചർച്ച ചെയ്യാനുണ്ടാകുന്ന സാഹചര്യം നമുക്കറിയാം. വയനാട് ജില്ലയിൽ പഞ്ചാരക്കൊല്ലി എന്ന് പറയുന്ന പ്രദേശത്ത് തോട്ടം തൊഴിലാളിയായിരുന്ന ഒരു സ്ത്രീ, രാധ എന്ന് പറയുന്ന ഒരു സ്ത്രീ കൊല്ലപ്പെടുന്നു. ഒരു കടുവ, നരഭോജിയായ ഒരു കടുവ അവരെ കൊന്നു തിന്നുന്നു. അത്രയും ദാരുണമായൊരു സംഭവം അവിടെ അരങ്ങേറുകയാണ്. ഇപ്പോൾ മുമ്പും ഇതുപോലെ സമാനമായ സംഭവങ്ങൾ പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതിനൊക്കെ ഒരു പരിഹാരത്തിലേക്ക് എത്താനോ പരിഹാരം നിർദ്ദേശിക്കാനോ ഭരണകൂടത്തിനും അധികാരികൾക്കും സാധിക്കുന്നില്ല എന്നുള്ള ഒരു വളരെ ദയനീയമായൊരു സാഹചര്യം ഇവിടെ നിലനിൽക്കുകയാണ്. അപ്പോൾ ഇവിടെയും എന്താണ് ഇത് ഇപ്പോഴും തുടരുന്നത്, എന്താണ് ഇതിലൊക്കെ? ഇപ്പോൾ നേരത്തെ 3 വിഷയത്തിൽ നമ്മളൊരു നിസ്സഹായതയുടെ ചോദ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. നിയമങ്ങളുണ്ട്, എന്നാൽ നിയമങ്ങൾ നടപ്പിലാവുന്നില്ല, ചിലയിടത്ത് നിയമങ്ങളില്ല. ഈ വിഷയത്തിൽ എന്താണ്, എവിടെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്? ഇതിലെന്താ വെച്ചാൽ, നമ്മൾ നേരെ കടുവ കൊന്നു തിന്നു എന്ന് പറഞ്ഞല്ലോ, അത് നമുക്കൊക്കെ പെട്ടെന്ന് ഇതൊരു വാർത്തയാണ്, മീഡിയകൾക്കും ഒരു വാർത്തയാണ്, സർക്കാരിന് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാനുള്ളൊരു വിഷയമാണ്. പക്ഷേ ആ ഒരു സ്ത്രീയുടെ കുടുംബത്തിന് ഇതല്ല, ഒരു വാർത്തയല്ല ഇത് എന്താണ്, അവരുടെ അമ്മയെ അല്ലെങ്കിൽ അവരുടെ സഹോദരിയെ ഒരു വന്യജീവി വന്ന് കടിച്ചു കുടഞ്ഞു എന്ന് പറയുമ്പോൾ അത് മനസ്സിന്ന് പോകില്ലല്ലോ. ചെറിയ വിഷയമല്ല ഇത് ഒരു വിഷയമല്ല, സമാനമായ ഇഷ്ടം പോലെ സംഭവങ്ങൾ. അതിൻ്റെ കണക്ക് ഞെട്ടിപ്പിക്കണതാണ്. 2011 മുതൽ 2025 വരെയുള്ള ഈ ഒരു കാലഘട്ടം, 2-3-4 വർഷത്തിനുള്ളിൽ തന്നെ കേരളത്തിൽ ഏകദേശം 1523 ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ഈ വന്യജീവി ആക്രമണത്തിന് കേരളത്തിൽ മാത്രം കൊല്ലപ്പെട്ടിട്ടുണ്ട്. പിന്നെ 2021-22 കാലത്തിൽ മഹാരാഷ്ട്രയിൽ 86 ആൾക്കാർ, 2018-22 ഇടയിൽ ആസാമിൽ 186 ആൾക്കാർ, ഒഡീഷയിൽ 474, ജാർഖണ്ഡിൽ 474, ഛത്തീസ്ഗഡിൽ 313. ഇങ്ങനെ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുക. ഇപ്പോൾ കൂടുതലായി വന്നത് എവിടെയാണ്, നമ്മളൊക്കെ ഇതിലും പറഞ്ഞ പോലെ എന്തുണ്ട്, നിയമമുണ്ട്. ഇതിലും നിയമമുണ്ട്. എന്നത്തെ നിയമം അറിയൂ? 1972 നിയമം, 72 നിയമമുള്ളത്. ആ നിയമം പലതവണ ഭേദഗതി ചെയ്തു, 9 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഏറ്റവും അവസാനം ചെയ്തത് 2022 അതിൻ്റെ ഭേദഗതി വന്നിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ എത്തി നിന്ന ഭേദഗതിയൊക്കെ നിന്ന നിയമത്തിനെ പറ്റി, ആ നിയമം ഇപ്പോൾ എത്രത്തോളം ഇതിൽ ആപ്റ്റാണ് എന്ന വിഷയത്തിൽ ഇപ്പം അടുത്ത് നമ്മളെ മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടോ എന്ന് എനിക്കറിയില്ല, ഞാനതൊന്ന് ലൈവായിട്ട് കണ്ടതാണ്. അതുമാത്രം മതി. ആ ഒരു നിമിഷമുണ്ട്, വളരെ മനോഹരമായ നിമിഷം. മുഖ്യമന്ത്രി പത്രക്കാരോട് ഇങ്ങനെ ഈ വന്യജീവി പ്രശ്നം ഇങ്ങനെ പറഞ്ഞിട്ട്, ഇതിലെന്താ നമ്മൾ ചെയ്യുക, കേരളം എന്താ ചെയ്യുക, ഇതിന് കേന്ദ്രത്തിലെ ഈ 972 നിയമം പരിഷ്കരിക്കല്ല, നിർവാഹമല്ല. കാരണം ഇപ്പോൾ ഒരു കടുവ നാട്ടിലിറങ്ങി എന്ന് പറഞ്ഞാൽ അതിന് നിയമം എന്താ വെച്ചാൽ 6 അംഗ സമിതിനെ എന്ത് ചെയ്യണം, ഉണ്ടാക്കണം. ഉണ്ടാക്കിയിട്ട് അത് യോഗം ചേരണം. യോഗം ചേർന്നിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കണം. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി പറയാണ്, അങ്ങനെ കടുവ പോയിട്ടുണ്ടാവില്ല എന്നിട്ട് ചിരിക്കുക. അപ്പോൾ കടുവ എന്തായിട്ടുണ്ടാവും എന്ന് പത്രക്കാരും ഒന്നായിട്ട് ചിരിക്കുക. ഒരു നമ്മളെ രാജ്യം പാസ്സാക്കിയ നിലവിലുള്ളൊരു നിയമത്തെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട ഭരണാധികാരിക്ക് പോലും ചിരി വരുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ ഈ നിയമത്തിൻ്റെ പൊള്ളത്തരം എത്രത്തോളമാണ്. അപ്പോൾ അതുകൊണ്ട് അത് കേന്ദ്ര സർക്കാർ അടിയന്തരമായിട്ട് എന്ത് ചെയ്യണം, പരിഹരിക്കണം. അപ്പോൾ അതിൽ ഇപ്പം ഉണ്ടായൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ചെറിയൊരു പ്രതീക്ഷയുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതിലിപ്പോൾ ശക്തമായൊരു ഇടപെടൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു യാത്ര, മലയോര വിഷയങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടൊരു യാത്ര നടക്കുന്നുണ്ട്. അത് നമ്മൾ ഈ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഓരോ സ്ഥലത്തും പോയിട്ട് എന്ത് ചെയ്യും, ആളുകളിൽ നിന്ന് തന്നെ അതിൻ്റെ പരിഹാരങ്ങൾ കേട്ട് മനസ്സിലാക്കി അതൊരു അമെൻമെൻ്റ് രൂപത്തിൽ കൊണ്ടുവന്നിട്ട് സമർപ്പിക്കുന്നതാണ്. പക്ഷെ അത് അവിടേക്ക് എത്തണം. ഇങ്ങനെ പ്രസ്താവന മാത്രം പോരാ, ഇലക്ഷൻ നടക്കുന്നത് വരെയുള്ള കാര്യം മാത്രം പോരാ, അതെന്ത് ചെയ്യണം, പൂർത്തീകരിച്ച് അത് പിന്നെ വനങ്ങളിൽ അടുത്ത് താമസിക്കുന്ന ആ ആളുകൾക്ക് ഇനി ഭാവിയിൽ ഇങ്ങനെ ഒരു ആളുടെ തടി കേടാകാത്ത സ്വഭാവത്തേക്ക് അത് കൊണ്ടുവരാൻ ഇച്ഛാശക്തി നമ്മൾ പ്രതിപക്ഷ നേതാവ് എന്ത് ചെയ്യണം,
കാണിക്കണം എന്നുള്ളത് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇന്നിപ്പോൾ പാർലമെൻറ്റിൽ പിന്നെ രാജ്യസഭയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അഡ്വക്കേറ്റ് റഹീമിൻ്റെ എ റഹീമിൻ്റെ ഒരു നല്ല ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടു. അപ്പോൾ അത് പിന്നെ ഈ കണക്കും കാര്യങ്ങളൊക്കെ അദ്ദേഹം വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, ഭേദഗതി വേണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഈ വിഷയത്തിൽ അൻവറിൻ്റെ ഇറക്കം അതിന് കാരണമായിട്ടുണ്ട്. നമുക്ക് PV അൻവറിൻ്റെ ഈ വിഷയത്തിലുള്ളൊരു ഇടപെടലും അദ്ദേഹത്തിൻ്റെ ഒരു കൺസേണും അത് ഇവരൊക്കെ ഇതിലേക്ക് ഇറങ്ങാൻ ഒരു പ്രഷറായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വിഷയം. അദ്ദേഹത്തിൽ കുറച്ചും കൂടി ഡെപ്തിൽ ഈ വിഷയത്തിൽ ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒന്നുകൂടി എന്ത് ചെയ്യണം, ശേഖരിച്ച് വേഗം ഒരു നിയമനിർമ്മാണത്തിലേക്ക് എന്ത് ചെയ്യണം, നിയമം പരിഷ്കരിക്കണോടത്തേക്ക് ഈ വിഷയം പോകേണ്ടതുണ്ട്. ഇതിൻ്റെ അടിസ്ഥാന നിയമം ഉണ്ടാക്കുമ്പോൾ ഇനി ഉണ്ടാകേണ്ട ഒരു പ്രശ്നമാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ചോദിച്ചാതാണല്ലോ ഇതിന് പരിഹാരം എന്താണ്. അവിടെ എന്ത് അടിസ്ഥാന പ്രശ്നം കാഴ്ചപ്പാടില്ല. ഇതിൻ്റെ കാഴ്ചപ്പാട് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ നിയമം കൊണ്ടുവരുന്നതോടുകൂടി ഇപ്പോൾ ഈ കടുവതിൻ്റെ പ്രശ്നം വന്നപ്പോൾ നിങ്ങൾ കണ്ടോ, മേനകാ ഗാന്ധി വന്നിട്ട് പറഞ്ഞാൽ എന്താ കടുവനെ കൊല്ലാൻ പാടില്ല. എവിടെ അവർ വന്നിട്ട് എന്ത് ചെയ്യും, ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയും. അവർ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു മേനകാ ഗാന്ധി മാത്രമൊന്നുമല്ല, അതിൻ്റെ പിന്നിലൊരു വലിയ ആശയപ്രപഞ്ചമുണ്ട്. ആ ആശയപ്രപഞ്ചത്തെ അഡ്രസ്സ് ചെയ്യാനും കൂടി എന്ത് ചെയ്യണം, ഈ വിഷയത്തിൽ ഇറങ്ങി തിരിച്ച ആൾക്കാർ തയ്യാറാകണം. അവിടെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ നിയമം ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ്. ഇപ്പം നിലവിലുള്ള നിയമം പിന്നെ വന്യജീവികൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള നിയമമാണ്. ഇത് മനുഷ്യർക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള നിയമമാണ് വരേണ്ടത്. ഇതാണ് എൻ്റെ പോയിന്റ്. മനുഷ്യനാണ് ഇവിടെ ജീവിക്കേണ്ടത്. മനുഷ്യന് ഭീഷണിയാകുന്ന പിന്നെ ജീവികളോട് ഉണ്ടാകാൻ പാടില്ല. ഈ ഒരൊറ്റ ആസ്പെക്റ്റിൽ നിന്നുകൊണ്ട് ഈ വിഷയത്തെ കണ്ടാൽ വിഷയം തീരും. ഇപ്പം ഉള്ള നിയമം എന്താ വെച്ചാൽ, മനുഷ്യന് മൂന്നാമത്തെയോ നാലാമത്തെയോ പരിഗണന മാത്രം, മറ്റു ജീവജാലങ്ങൾക്കാണ് എന്ത് ഇവിടെയുള്ളത്. ഈ പ്രശ്നത്തെയാണ് ആദ്യം എന്ത് ചെയ്യണത് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഒരു വഴിക്ക് ഈ നിയമനിർമ്മാണത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്തുമ്പോൾ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിലൂടെ, അത് വിദ്യാഭ്യാസ വകുപ്പ് എത്രത്തോളം അറിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പല വിദ്യാലയങ്ങളിലും ക്ലാസ് നടക്കുന്നുണ്ട്. ഈ വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള സംരക്ഷണ സംവിധാനം ഉണ്ടല്ലോ, അതിനൊരു പ്രത്യേക ടീമുണ്ട്. ആ ടീമിൻ്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത സമയത്ത് അതിന് ആളുകൾ വന്നപ്പോൾ ഒരു പ്രത്യേക കോട്ടൊക്കെ ഇട്ടിട്ടാണ് ഇവർ വരിക. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ സംവിധാനം, എന്താണ് ക്ലാസ് എടുക്കുന്നത് ചോദിച്ചു. അപ്പോൾ ഞാൻ കുറേ പറഞ്ഞു. ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചു, ഒരു പാമ്പ് നമ്മളെ കൊത്താൻ വരികയാണെങ്കിൽ അതിനെ കൊല്ലാൻ പാടുണ്ട് ചോദിച്ചു. ഒരിക്കലും തൊടാൻ പാടില്ല, കൊല്ലാൻ പാടില്ല. ഒരു ജീവിയെ എന്ത് ചെയ്യാൻ പാടില്ല, കൊല്ലാൻ പാടില്ല. ഇതാണ് പുതിയ തലമുറ എന്ത് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ പഠിപ്പിച്ചുണ്ടാക്കിയ ആൾക്കാരാണ് ഈ മേനകാ ഗാന്ധി എന്ത് ചെയ്യുന്നത്, കൊണ്ടു നടക്കുന്നത്. മനസ്സിലായി. ഇപ്പോൾ പേപ്പട്ടി പ്രശ്നം ഉണ്ടായപ്പോൾ പഞ്ചായത്തിന് എന്ത് ചെയ്യാൻ പറ്റണില്ല, അവരെ കൈകാര്യം ചെയ്യാൻ പറ്റണില്ലല്ലോ, കൊല്ലാൻ പറ്റണില്ലല്ലോ, തൊട്ടാ പ്രശ്നമാവുകയാണ്. ആ നിയമം കൊടുന്ന് അത് ആ ചർച്ച വന്നപ്പോൾ പേപ്പട്ടി വിഷബാധക്കുള്ള വാക്സിൻ ഉണ്ടല്ലോ, ആ വാക്സിനും ഇവരും തമ്മിൽ എന്തോ ഒരു മാഫിയ സംഭവം ഉണ്ടോ എന്നുള്ള ചർച്ച അവിടെ വന്നു. അതൊക്കെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യേണ്ട വിഷയമാണ് ഈ വിഷയത്തിൽ. അപ്പോൾ മനുഷ്യന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സംവിധാനത്തേക്ക് എന്ത് ചെയ്യണം, ഈ വിഷയം വരണം. എന്നാൽ നമുക്ക് രക്ഷ ഉണ്ടാവും. തീർച്ചയായിട്ടും. ഇവിടെ മുജീബ് ഈ വിഷയത്തിലേക്ക് കൂട്ടിച്ചേർക്കാം. ഇതിൽ പിന്നെ സൂചിപ്പിച്ചതിന് മലയോര ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കൃഷി. കൃഷിക്ക് ഒരുപാട് കേടുപാടുകളും ധാരാളം നഷ്ടങ്ങളുണ്ട്. അപ്പോൾ അതിലിപ്പോൾ കാട്ടുപന്നി, അതുപോലെ മുള്ളംപന്നി, കുരങ്ങ്, ഇതൊക്കെ വന്നിട്ട് കൃഷി വിള നശിപ്പിക്കണം. ലക്ഷക്കണക്കിന് രൂപ ചെറുപുഴ പഞ്ചായത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അതൊക്കെ തടയാൻ വേണ്ടിയുള്ള വേലി കെട്ടാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. ആ വേലി പഞ്ചായത്ത് ഏറ്റെടുത്തുകൊണ്ട് വേലി കെട്ടിയാൽ തന്നെയും അതിൻ്റെ കാശ് സർക്കാർ കൊടുക്കുന്നില്ല. അതിങ്ങനെ കടമായി പെൻഡിങ്ങായി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പോലും പ്രാദേശിക ഭരണകൂടത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നിലവിലുണ്ട്. അതുകൂടി സർക്കാർ പരിഗണിച്ചുകൊണ്ട് ചെയ്യണം. കൃഷി സംരക്ഷണം ഏറ്റവും പ്രധാനമാണല്ലോ, മനുഷ്യന്മാരുടെ ജീവൻ പോലെ തന്നെ കൃഷിയും. അപ്പോൾ ഈ രണ്ട് തലങ്ങളും ശരിക്കും ശ്രദ്ധിക്കണം എന്നാണ് ആ വിഷയത്തിൽ. എന്ത് ചെയ്യുക, മനുഷ്യന്മാർക്ക് ദ്രോഹം ഉണ്ടാക്കുന്ന ജീവജാലങ്ങളെ അങ്ങോട്ട് ഇതാക്കിയിട്ട് അവ പെരുകുന്നുണ്ട് ഇപ്പോൾ കാട്ടിൽ. അതിനെ എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്ത് നിർത്തണം. അത് ബാലൻസ് ചെയ്ത് നിർത്താൻ ആവശ്യമായ സംഗതി ഗവൺമെൻറ് തന്നെ എന്ത് ചെയ്യുക, അതിനുള്ള പിന്നെ നടപടിയെടുക്കുക. നാട്ടുകാർക്ക് വേട്ടയാടാൻ കൊടുക്കേണ്ട കാര്യമില്ല. ആ രീതി ചെയ്താൽ മതി. അപ്പോഴേക്കും ആ മൃഗസ്നേഹം വന്നുകൊണ്ട് എന്ത് ചെയ്യണ്ട, മനുഷ്യസ്നേഹം ഉണ്ടായിട്ട് മതി മൃഗസ്നേഹം. നിയമം പരിഷ്കരിക്കപ്പെടേണ്ടതുണ്ട്. എന്നാൽ അത് മനുഷ്യജീവനും മനുഷ്യൻ്റെ നിലനിൽപ്പിനും പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള പരിഷ്കരണമായിരിക്കണം വരേണ്ടത് എന്ന കൺക്ലൂഷനിലേക്കാണ് നമ്മൾ എത്തുന്നത്.